ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി നോൺ വെജ് കട്ട്ലറ്റ് റെസിപ്പിയാണ്, അതും ബീഫ് വെച്ചിട്ട്. ഇത് ഞാൻ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആലുവയിൽ പാലസിനടുത്ത് ഒരു കടയുണ്ട്. വട്ടക്കട എന്ന് പറഞ്ഞാലാണ് അവിടെയുള്ള എല്ലാവർക്കും അറിയുള്ളൂ, അതിൻ്റെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പല വെറൈറ്റി കട്ട്ലറ്റ് കിട്ടും. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഈ ബീഫ് കട്ട്ലറ്റ്. അത് വട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ടേസ്റ്റ് കൂടിയ ഒന്നാണ് ഈ ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ അത് കുറേ കാലമായിട്ട് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് അവസാനം അതേ സെയിം ടേസ്റ്റിൽ കിട്ടിയ ഒരു റെസിപ്പിയാണ് ഇന്നിപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കണ്ടു നോക്കാം. ഇനി അതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് ഒരു 5-6 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ഈ ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇതിലോട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് കിടന്ന് വെന്താൽ മതി. നമ്മളിനി എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ബീഫ് വേവണ സമയം കൊണ്ട് നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 500 ഗ്രാം ഉള്ളി ആഡ് ചെയ്യുകയാണ്, കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 25 ഗ്രാം ഗ്രീൻ ചില്ലി അരിഞ്ഞത് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, കുറവ് വേണ്ടവർക്ക് കുറവ് ആഡ് ചെയ്യാം. സ്വല്പം ഉപ്പ് ആഡ് ചെയ്യാം, ഇതൊന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി ഇവിടെ ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, കാര്യമായിട്ട് മൂത്തിട്ടില്ല. ഈ ടൈമിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. ഇതിന് നല്ലോണം ഇഞ്ചി വേണം കേട്ടോ, അതാണ് ഞാനിത് ആഡ് ചെയ്യണത്. ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ ഇത് നന്നായിട്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ കിടക്കണം, എന്നാലേ ഉള്ളൂ ഇത് വഴറ്റി തീരുള്ളൂ. ഉള്ളി വഴറ്റി വരണ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബീഫ് എവിടം വരെ എത്തി നോക്കാം. ഇത് വെന്ത് വന്നിരിപ്പുണ്ട്, ഇത്രയും വെള്ളമുണ്ട്. ഇനി നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കണം, കാരണം വെള്ളത്തോടുകൂടി നമുക്ക് ഒരിക്കലും കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് അത്യാവശ്യം നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ബീഫ് ഇവിടെ നല്ലപോലെ വെള്ളം തോർന്ന് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതിപ്പോൾ നല്ലപോലെ വെന്ത് വന്നല്ലോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ അമർത്തുമ്പോൾ ഇതിങ്ങനെ വിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഈ നാര് പോലെ നമുക്ക് കിട്ടും. ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ആദ്യമൊക്കെ മിക്സിയിൽ ഇടുമായിരുന്നു, പക്ഷെ അത് ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഇതാണ് എളുപ്പമെന്ന് എനിക്ക് തോന്നി. ഉള്ളി ഇവിടെ നല്ലപോലെ വഴറ്റി വന്നിരിപ്പുണ്ട്, നല്ലപോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 4 ഗ്രാമ്പൂ അത് പൊടിച്ചത് ചേർക്കാം. 4 എണ്ണം പൊടിച്ചത്. ഫ്രഷ് ബ്ലാക്ക് പെപ്പർ നല്ലപോലെ പൊടിച്ചെടുത്തതാണിത്. കുറച്ച് തരിയുണ്ട്, തരിയോടുകൂടി വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ. ഇത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തത്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബീഫില്ലേ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഉള്ളിയും അതുപോലെ ഈ ബീഫും പിന്നെ ഈ കുരുമുളകും അതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ കൂട്ടി യോജിപ്പിക്കാം. തീ നല്ലപോലെ മീഡിയം ടു ഹൈയിലിട്ട് ചെയ്താൽ മതി. അപ്പം അഥവാ എന്തെങ്കിലും മോയ്സ്ചർ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടും. തീരെ വെള്ളമില്ല ഇതിനകത്ത്. ഇനി ഇതിലോട്ട് നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്യണം. ഞാൻ 1 കിലോ ബീഫിന് 1 കിലോ പൊട്ടറ്റോയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടാണ്. തൊലിയോട് കൂടിയാണ് വേവിച്ചത്. എന്നിട്ട് ആറിയതിന് ശേഷം തൊലി കളഞ്ഞെടുത്തു. ഇതിവിടെ ഉണ്ടായ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചിടാം. ചെറിയ പീസസ് കുഴപ്പമില്ല, ഇതിനകത്ത് നല്ലതാണ് കഴിക്കുമ്പോൾ അത് കിട്ടുന്നത്. പക്ഷേ ഒരുപാട് വലിയ പീസ് വേണമെന്നില്ല. അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ ഉടച്ചുടച്ച് ഇടാം. ഉരുളക്കിഴങ്ങ് മുഴുവനും ഞാൻ ഇതിനകത്ത് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിന് മുന്നേ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങിന് ഉപ്പ് കുറവാണ്, അപ്പോൾ ആദ്യമേ നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ആഡ് ചെയ്യാവുള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ലൈം ജ്യൂസ് ആഡ് ചെയ്യാണ്. 1/2 മതി, എന്നിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിവിടെ ഒരു 15 ഗ്രാം മല്ലിയില ആഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ ഞാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും പുളിയും ചെക്ക് ചെയ്യാം, എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇനി നമുക്കിന്ന് ആറാൻ വെക്കാം. ഈ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ചെടുക്കാം, ഒരു ഉദ്ദേശം എടുത്താൽ മതി, കറക്റ്റ് അളവാവണമെന്നില്ല. പിന്നെ നമുക്ക് എല്ലാം ഒരേ വലിപ്പത്തിൽ കിട്ടണമെങ്കിൽ അളന്നൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഉരുട്ടുക, പിന്നെ പ്രസ് ചെയ്യുക, നമുക്കിങ്ങനെ കിട്ടും. ഇനി എടുത്ത് മാറ്റി വെക്കാം. ഞാനിതെല്ലാം അതുപോലെ ഉരുട്ടിയെടുക്കട്ടെ. ബീഫ് കട്ട്ലറ്റ് ഞാനിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 എഗ്ഗ് നല്ലപോലെ ബീറ്റ് ചെയ്ത് അതിനകത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ടാണ് ബീറ്റ് ചെയ്തത്. ആദ്യം നമുക്ക് ഈ ബീഫ് കട്ട്ലറ്റ് എടുത്ത് എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ
ബ്രെഡിൻ്റെ മിക്സ്ചറിൽ ഡിപ്പ് ചെയ്യുക. അപ്പോൾ ആ കൈ കൊണ്ട് തന്നെ അത് പിന്നെ ബ്രെഡിൽ പിടിക്കരുത്. ഇടത്തെ കൈ കൊണ്ട് ബ്രെഡ് ക്രംസ് എടുത്ത് ഇതിന് ചുറ്റും പിടിപ്പിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വെറ്റായിട്ടുള്ള കൈ കൊണ്ട് ബ്രെഡ് ക്രംസിൽ തൊട്ടാൽ അത് മുഴുവനും വെറ്റായി പോവും. പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല, നമുക്ക് ഇരട്ടിപ്പണിയാവും. അപ്പോൾ എപ്പോഴും 2 കൈ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിത് ബാക്കിയെല്ലാം ചെയ്ത് വെക്കട്ടെ. ഇവിടെ ഞാനിതെല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഇത്തിരി മീഡിയം ടു ലോയിലോട്ട് മാറ്റുക. കട്ട്ലറ്റ് എടുത്ത് വെക്കാം. ഇതിൻ്റെ ഒരു വശം 2 മിനിറ്റായി വേവാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഇതിനി 2 മിനിറ്റ് ഈ സൈഡും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതിൻ്റെ അടുത്ത വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ, പുറമേ നല്ല ക്രഞ്ചിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ഉപ്പും പുളിയും ഒക്കെ നല്ലപോലെ ഉണ്ട്. ഇത് നമുക്ക് വെറുതെ കഴിക്കാം, അതുമല്ലാന്നുണ്ടെങ്കിൽ സോസിൽ മുക്കി കഴിക്കാം. കുട്ടികൾക്കൊക്കെ ചിലപ്പം സോസിൽ മുക്കി കഴിക്കണമായിരിക്കും ഇഷ്ടം. നല്ല ടേസ്റ്റാണ് ഇതിന്. കണ്ടില്ലേ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ക്രിസ്മസ് ആശംസകൾ.